ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച കുടജാദ്രി എന്ന ചെറുകഥ കേൾക്കാം. കുടജാദ്രി. ഇനി ഞാൻ വാക്ക് പാലിക്കാം. ഒരു കഥ പറഞ്ഞു തരാമെന്നിട്ട് ഞാൻ ഏറ്റിരുന്നത്. ദാ കഥ കേൾക്കുക. അവർ നടക്കുകയായിരുന്നു. ആനയും കരടിയും കാവൽ നിൽക്കുന്ന കൊടുങ്കാട്ടിലൂടെ. മംഗലത്തിന് ശേഷം അവർ ആദ്യമായി യാത്രയ്ക്കിറങ്ങിയതാണ്. ചെറുപ്പക്കാരന് പ്രായം 30 മുകളിൽ വരും. കറുത്ത് തടിച്ച ശരീരം. പെൺകുട്ടി മെലിഞ്ഞിട്ടാണ്. നന്നേ വെളുത്ത് മെലിഞ്ഞ് ഇളം നീല ഫ്രോക്കാണ് അവൾ ധരിച്ചിരിക്കുന്നത്. മലയാളികളാവും, നമുക്ക് പരിചയപ്പെട്ടാലോ? എനിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് തൊട്ടു മുൻപിൽ ഏതാനും വാര് അകലെയാണവർ. കാറ്റ് എതിർ ദിശയിലായിരുന്നതിനാൽ അവരുടെ സംഭാഷണം ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. പെൺകുട്ടി വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. സംസാരത്തിനിടയിലും വളരെ ശ്രദ്ധയോടെ കയ്യിലിരിക്കുന്ന വടി കുത്തി മല കയറുകയാണവർ. ഞങ്ങൾ പുറകിൽ ഏതാനും വാരയ്ക്കിപ്പുറം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവർ ഇതുവരെ ഞങ്ങളെ കണ്ടിരുന്നില്ല. ഞങ്ങൾക്കും അവരുടെ മുഖം വ്യക്തമായിരുന്നില്ല. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് അവർ ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയേണ്ടതാണ്. ഒരുപക്ഷെ അവർ അവരുടെ മാത്രം ലോകത്തായതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഇത്ര അടുത്തെത്തിയിട്ടും അവർ ഞങ്ങളെ കണ്ടില്ലെന്ന് പറയുമ്പോൾ. കഥയുടെ ആദ്യ വരികളിൽ തന്നെ സൂചിപ്പിച്ചുവല്ലോ അവർ പുതുമോടികളാണെന്ന്. യുവാവ് തികഞ്ഞ ഗൗരവക്കാരനാണ്. അല്ലെങ്കിൽ മാൻകുട്ടിയെപ്പോലുള്ള പെൺകുട്ടി വായ് നിറയെ സംസാരിച്ചിട്ട് അയാൾ ഒന്നും ചിരിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. യുവാവ് എന്തെങ്കിലും ഉരിയാടുന്നുണ്ടോ എന്നറിയാനായിരുന്നു ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കഥ കേൾക്കുന്ന നിങ്ങൾക്ക് മറ്റൊന്നും ധരിക്കരുത്. വെറുതെ ഒരു രസത്തിന് കാട്ടിൽ മറ്റൊന്നും ചെയ്യാനില്ലാതെ കിലോമീറ്ററുകൾ നടക്കുമ്പോൾ സമയം കൊല്ലുവാൻ വെറുതെ. ശരിയാണ്, പറയുവാൻ മറന്നു. എന്തിന് നിങ്ങൾ കാട്ടിൽ പോയെന്നല്ലേ? കഥയിൽ ചോദ്യമില്ല കേട്ടോ. എന്നാലും പറയുക. ഞങ്ങൾ ബാല്യക്കാർ കാട്ടിൽ പോയാൽ പോട്ടെ എന്ന് വയ്ക്കാം. കഥ കേട്ട് തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവരിലാണെന്ന്. അതിൽ സുന്ദരിയായൊരു പെൺകുട്ടി ഉള്ളതുകൊണ്ടല്ലേ. അതിൽ ഞങ്ങൾക്ക് അസൂയയില്ല. എന്നും എവിടെയും നെഗറ്റീവിനോട് വാത്സല്യം തോന്നുക പ്രകൃതി നിയമമാണ്. അതിനെ ധിക്കരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാലും കാടല്ലേ. ആനയും കാട്ടുപോത്തും പുലിയുമൊക്കെയുള്ള കാട്. ഇത്തിരി അലിവ് ഞങ്ങൾക്കും തന്നുകൂടെ? അത്രയും വന്യമൃഗങ്ങൾ പാർക്കണ കാട്ടില ഓൻ ഓളയും കൊണ്ട്. പറഞ്ഞില്ലേ കഥയിൽ ചോദ്യമില്ലെന്ന്. ഓൻ്റെ ധൈര്യം ഒന്ന് സമ്മതിക്കണം. ഓന ആണ്. ദാ ഞാൻ കഥ പറച്ചിൽ നിർത്തുവേ. കുറേ നേരമായി ഞാൻ ക്ഷമിക്കുന്നു. ഞങ്ങളും ചോരയെ നീരുമുള്ള ബാല്യക്കാരാ. ശരി, നിങ്ങൾ ചോദ്യങ്ങൾ നിർത്തിയത് കൊണ്ട് ഞാൻ വീണ്ടും പറയാം. ആദ്യമായാണ് ഒരു പെൺകുട്ടി ഇതിലെ കാട്ടിലൂടെ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു മലകയറ്റത്തെക്കുറിച്ച് ആരും കഥ പറയാതിരുന്നത്. നായികയില്ലാതെ എന്ത് കഥയല്ലേ. പുടമുറയ്ക്ക് മുമ്പ് ഓക്ക് എന്തെങ്കിലും നേർച്ച കാണും. എന്ത്, കാട്ടിൽ പോകാമെന്നോ? നിങ്ങൾ തമ്മിൽ കഥയെ ചൊല്ലി വഴക്കടിക്കേണ്ട. പാട്ടി പറഞ്ഞതാവും ശരി. മലമുകളിലൊരു അമ്പലമുണ്ട്. ആരുടെയോ ശ്രീശങ്കരൻ തപസ് ചെയ്തേ. ഞങ്ങളും അത് കാണാൻ ഇറങ്ങിയതാ. പക്ഷെ പെൺകുട്ടികൾ വരവ് കുറവാ. കൊടുങ്കാട്ടിലൂടെ എങ്ങനെയാ? ദാ ഇനി ഇറക്കമാണ്. വെറും പുൽത്തകിട്. ഈ പുൽത്തകിട് പുലികളുടെ വാസസ്ഥാനമാണ്. അവരെവിടെ? അതുതന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരാൾ പൊക്കത്തിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന പുൽത്തകിട്. കാറ്റിൻ്റെ വന്യമായ ചുളംവിളി മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒന്ന് വിളിച്ചൂടെ? എങ്ങനെ? സുന്ദരിയായ ഒരു പെൺകുട്ടിയെയും കൊണ്ട് കാട്ടിലൂടെ യാത്ര പോകുമ്പോൾ പെട്ടെന്ന് മറ്റു ബാല്യക്കാരെ കണ്ടാൽ? ഇപ്പോൾ വന്യമൃഗങ്ങളെയും പേടി മനുഷ്യന്മാരെ തന്നെയാണ്. ശരിയാ, എന്തെല്ലാം കഥകളാ പത്രത്തിലും ടി വിയിലും വരണത് അല്ലേ? എന്നിട്ട് ഞങ്ങൾ വിളിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, കാട്ടിലെ യാത്രയിൽ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവരിൽ തന്നെയായിരുന്നു. നടക്കുവാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറായി കാണും. എന്നിട്ടും അവരൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ. ചിലപ്പോൾ ഞങ്ങളെ കണ്ടു കാണും. മനുഷ്യന്മാരെ എങ്ങനെ വിശ്വസിക്കും? അതും 2 ബാല്യക്കാരെ. എത്രക്കാരെന്ന് ആർക്കറിയാം? ഇപ്പോൾ അവർ വിജനമായ പ്രദേശത്തേക്ക് പ്രവേശിച്ചു. ഇനി ഞങ്ങൾക്കും അങ്ങോട്ട് കടന്നു ചെല്ലാം. തമ്മിൽ കാണാം. പോകാൻ വരട്ടെ. അവർ അവിടെ വിശ്രമിക്കുവാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. യുവാവ് തൻ്റെ മുതുകിൽ തൂക്കിയിട്ടുള്ള ബാഗ് ഇറക്കി താഴെ വെച്ച് കഴിഞ്ഞു. പെൺകുട്ടി കാട്ടരുവിയിൽ മുഖം കഴുകുകയാണ്. മെല്ലെ ഫ്രോക്ക് തെറുത്ത് വച്ച്. ഇത് കാടല്ലേ,
ആര് കാണാനാ എന്ന മട്ടിൽ കണങ്കാല് കാണിച്ച്. ഛേ, എന്ത്? ഞാൻ അശ്ലീലം പറഞ്ഞെന്നോ? ആരാ പറഞ്ഞത് കണങ്കാൽ അശ്ലീലമാണെന്ന്? പോട്ടെ, നിങ്ങളുടെ വികാരം കണക്കിലെടുത്ത് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. അവർ നീരാട്ട് കഴിഞ്ഞ് വസ്ത്രം മാറ്റി ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ തിടുക്കത്തിലേ പറഞ്ഞില്ലേ കഥയിൽ ചോദ്യമില്ലെന്ന്. പിന്നെ എന്തിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു? അല്ലെങ്കിൽ തന്നെ കണങ്കാൽ അശ്ലീലമാണെന്ന് പറഞ്ഞ് നിങ്ങളോട് ഞാനിനി എന്തു പറയാനാ? സത്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയില്ല. സംശയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന സുഹൃത്തിനോട് ചോദിച്ചുകൊള്ളൂ. അയാളൊരു പാവമാ, സത്യമേ പറയൂ. പുള്ളിക്കാരൻ്റെ കഥകളി പദം കേൾക്കുകയായിരുന്നു ഞാനപ്പോൾ. പദം പാടുമ്പോൾ സുഹൃത്ത് കണ്ണടയ്ക്കും, പിന്നെ ഒന്നും കാണില്ലല്ലോ. ഞാനിരുന്നതാകട്ടെ പുറംതിരിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിൽ അത്ഭുതമില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും വിചാരിക്കുക. ആനയും പുലിയും കരടിയുമൊക്കെ കാവൽ നിൽക്കുന്ന ഈ കൊടുങ്കാട്ടിലൂടെ പെൺകുട്ടിയെയും കൊണ്ട്. ഇനി ഏതാനും വാര പിന്നിട്ടാൽ കുടജാദ്രി. ചുറ്റും കാവൽ നിൽക്കുന്ന മഞ്ഞുമലകൾ, സിരകളിലേക്ക് നുഴഞ്ഞു കയറുന്ന തണുത്ത കാറ്റ്. മനസ്സ് ശൂന്യമാവുകയാണ്. ഇനി നനുത്ത ഈ പ്രദേശവും കൂടി കടന്നാൽ ആദി മൂകാംബികയുടെ മുന്നിലെത്താം. വന്യമൃഗങ്ങളുണ്ട്, സൂക്ഷിക്കണം എന്നെഴുതിയ ബോർഡ് സുഹൃത്ത് എനിക്ക് കാണിച്ചു തന്നു. ശൂന്യമായ മനസ്സിലേക്ക് പേടിയുടെ ഒരു തിരമാല അടിച്ചു കയറി. എന്നിട്ട് ഞാൻ പറയാം, ധൃതി കൂട്ടാതെ. ഇപ്പോൾ അവർ തൊട്ടു മുന്നിലുണ്ട്, കയ്യെത്താവുന്ന ദൂരത്ത്. പെട്ടെന്ന് സർവജ്ഞപീഠത്തിൽ നിന്നെത്തിയ തണുത്ത കാറ്റിനൊപ്പം അവൾ തിരിഞ്ഞു നോക്കി. നിന്നിടം കുഴിഞ്ഞ് താൻ അതിലൂടെ താഴ്ന്ന് ഭൂമിക്കടിയിലേക്ക്. അവൾ. ഓർമ്മകളുടെ തണുത്ത കാറ്റ് കുന്നമംഗലത്തെ വയലോരങ്ങളിലെത്തി. അമ്മയുടെ തറവാട് വീടിൻ്റെ തൊടിയിൽ മാമ്പഴത്തിൻ്റെ മണമുള്ള വേനൽ. ആരവങ്ങൾക്കിടയിൽ അവൾ തൻ്റെ കഴുത്തിലിട്ട കൈതപ്പൂമാല. അമ്മായി പറഞ്ഞു, ഇവൾ നിൻ്റെ പെണ്ണ. കാറ്റ് നിലച്ചു. ഞാൻ പറയാറില്ലേ, ഇത് പ്രഭയേട്ടൻ, ചെറായിലെ. അവൾ പരിചയപ്പെടുത്തുകയാണ്. ഹലോ. തഴമ്പുള്ള കൈ. പ്രഭയേട്ടൻ നമ്മുടെ മംഗലത്തിനെത്തിയില്ല. അന്ന് സിംഗപ്പൂരിലായിരുന്നു. എത്താൻ കഴിഞ്ഞില്ല. വാക്കുകൾ മുറിഞ്ഞോ? നാവ് പിഴച്ചോ? അവളുടെ വിവാഹനാളിൽ നുരഞ്ഞു പൊങ്ങുന്ന മദ്യത്തിൻ്റെ മടിത്തട്ടിൽ വീണുറങ്ങുകയായിരുന്നു. അതിൽ നിന്നും ഒരു മോചനം, അതിനായാണ് ഇങ്ങോട്ട് തിരിച്ചത്. അയാൾ എന്തെല്ലാമോ ചോദിക്കുന്നുണ്ടായിരുന്നു. സിംഗപ്പൂരിനെക്കുറിച്ച്, കുടജാദ്രിയെക്കുറിച്ച്. സുഹൃത്താണ് പലതിനും മറുപടി പറഞ്ഞത്. ഇവളാ പറഞ്ഞത് കുടജാദ്രിക്ക് പോകാമെന്ന്. വിവാഹത്തിന് മുമ്പ് ഇവൾ മനസ്സിൽ കരുതിയിരുന്നത്രേ. ഞങ്ങൾ സോൾജേഴ്സിനാവുമ്പോൾ ഈ മല കയറ്റമൊക്കെ. കാറ്റിനൊപ്പം ടൗണിലെ നനുത്ത തണുപ്പുള്ള ഐസ്ക്രീം പാർലറിലെത്തി. രേണു, വിവാഹത്തിന് ശേഷം ആദ്യം നമുക്ക് കുടജാദ്രിയിൽ പോകണം. പ്രകൃതിയുടെ വരദാനമാണ് അവിടം. മനസ്സും ശരീരവും തണുപ്പിക്കാനെന്നിടം അവളുടെ നേർത്ത് തണുപ്പുള്ള കൈപ്പത്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും അവൾ തനിക്ക് നഷ്ടപ്പെടരുതെന്ന് കരുതിയിരിക്കണം. ഈ പ്രഭയേട്ടൻ ഇങ്ങനെയാ, അധികമൊന്നും സംസാരിക്കില്ല. കുന്നമംഗലത്തെ തറവാട്. കുഴമ്പിൻ്റെയും വിളക്കെണ്ണയുടെയും മത്ത് പിടിപ്പിക്കുന്ന അമ്മാമ്മയുടെ മുറിക്കപ്പുറത്തെ ചാർത്ത്. അമ്മാമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് അറിഞ്ഞ് വന്നതായിരുന്നു അമ്മയും താനും. ഭിത്തിയോട് ചേർത്തിട്ട കട്ടിലിൽ കാല് വെച്ച് കസേരയിലിരുന്ന് ഏതോ പുസ്തകം മറിച്ച് നോക്കുകയായിരുന്നു താൻ. പെട്ടെന്നാണ് തൻ്റെ കണ്ണുകൾ ആരോ വലിച്ചു മുറുക്കിയത്. കൊച്ചൂട്ടനായിരിക്കും. അവൻ്റെ ഒരു കളിതമാശ. തൻ്റെ കൈകൾ മുഖത്തും അതിന് താഴെയും ഒഴിഞ്ഞു നടന്നു. എഴുന്നു നിൽക്കുന്ന മുലഞ്ഞെട്ടുകളിൽ കാമം ത്രസിച്ചുവോ? കണ്ണുകെട്ടിയിരുന്ന കൈകൾ താനെ അയഞ്ഞു. നെടുവീർപ്പുകൾ. അവൾ തന്നെ വരിഞ്ഞു മുറുക്കി. രേണു, എന്താണിത്? കുഴമ്പും മുല്ലപ്പൂവും വിയർപ്പും തൻ്റെ ഞരമ്പുകളിലേക്ക് ചേർന്നൊഴുകി. അവളുടെ നെറ്റിയിലെ കുങ്കുമച്ചാർത്ത് വിയർപ്പിൽ മൂക്കിൻ തുമ്പിലേക്ക് ഒലിച്ചിറങ്ങി. ഛേ, വീണ്ടും. ഇല്ല, ഞാൻ അശ്ലീലമൊന്നും പറയണില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞില്ലെങ്കിൽ അവസാനം നിങ്ങൾ തന്നെ എന്നെ. എത്ര ദിവസത്തെ പരിപാടിയാ? സുഹൃത്ത് ചോദിച്ചു. ഇവിടെ ഒരാഴ്ച. അവളാണ് മറുപടി പറഞ്ഞത്. അവൾക്ക് എത്രത്തോളം ഇങ്ങനെ മാറാനാകുന്നു? ദാ നോക്കൂ. അവളുടെ ഭാവത്തിലൊരു വ്യത്യാസവും ഇല്ലെന്നേ. നിങ്ങളെ കണ്ടത് നന്നായി. കൂട്ടുകാരെ കിട്ടാതെ ഞാനാകെ. അയാൾ പറഞ്ഞു. വിരോധമില്ലെങ്കിൽ നമുക്കൊരുമിച്ച് ഒരാഴ്ച ഇവിടെ. സോറി,
എനിക്കിന്ന് തന്നെ മടങ്ങിയേ മതിയാവൂ. തിങ്കളാഴ്ച MD വരുന്ന ദിവസമാണ്. ഓഫീസിലെത്തിയേ മതിയാവൂ. അവളുടെ കണ്ണുകൾ പോലും എന്തേ ഒന്നും സംസാരിക്കുന്നില്ല. അവർക്കൊപ്പം അഗസ്ത്യ തീർത്ഥത്തിൽ കുളിച്ച് ആദി മൂകാംബികയെ തൊഴുമ്പോഴും മനസ്സ് നഗരത്തിലെ എരിഞ്ഞുടങ്ങുന്ന സന്ധ്യകളിലായിരുന്നു. രേണു വന്ന് ലോയ്ക്ക് പഠിക്കുകയായിരുന്നു. താൻ നഗരത്തിലെ ഒരു പത്ര ഓഫീസിലും. വർഷങ്ങൾ പലത് കഴിഞ്ഞു. രേണു ഇന്ന് വക്കീലാണ്. തിരക്കുള്ള വക്കീൽ. തിരക്കാവുമ്പോൾ എല്ലാം മറക്കാനാവുമല്ലേ? ദാ കണ്ടില്ലേ, ഇതെന്ത് പ്രാർത്ഥനയാ! ദേവി ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുമല്ലോ. അവൾ ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. തിരിഞ്ഞു നോക്കാനാവാതെ നടന്നു. മേഘമലകളും കടന്ന് നനുത്ത കാറ്റിനൊപ്പം കുഴമ്പിൻ്റെയും വാഗപ്പൂവിൻ്റെയും മണം, കാച്ചെണ്ണയുടെയും മുല്ലപ്പൂവിൻ്റെയും സാമീപ്യം. മംഗലത്തിന് ശേഷം നമുക്കൊരുമിച്ച് കുടജാദ്രിയിൽ പ്രഭേട്ടൻ്റെ നോവൽ അതുണ്ടല്ലോ, അതവിടെ വച്ച് തീർക്കുകയാവാം. എന്തു പറയുന്നു? അവളുടെ നഗ്നതയിൽ എഴുതി തീർത്ത ദിനാന്ത്യക്കുറിപ്പുകൾ ഒരിക്കലും തീർക്കുവാനാവില്ലെന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു. സുഹൃത്ത് ഒപ്പമെത്താൻ പാടുപെടുകയാണ്. ഇനി ഇത്തിരി പതുക്കെ നടക്കാം. എന്താ? ഞാൻ ഈ കഥ പറച്ചിൽ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ ഒപ്പം മൂകാംബികയിലും കുടജാദ്രിയിലും കുന്നമംഗലത്തും തലശ്ശേരി കടപ്പുറത്തും വന്ന് നിങ്ങളും ഓളെ കണ്ടതല്ലേ? ഇനി നിങ്ങൾ തന്നെ പറ, ഞാൻ എന്തു പിഴച്ചു ഓളോട്? എന്നെ ഇങ്ങനെ. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച കുടജാദ്രി എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്.